നിലമ്പൂരിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം തിരിച്ചടിയായെന്ന് കെ സുരേന്ദ്രൻ. ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോയി. ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയം, അത് മറന്നുപോകരുതെന്നും വിമർശനം. ഹിന്ദു വോട്ടുകൾ CPM കൊണ്ടുപോകുമെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, കോർ കമ്മിറ്റി യോഗത്തിൽ സുരേന്ദ്രൻ പക്ഷം മാത്രമാണോ വിമർശനം ഉന്നയിച്ചത്? ദിവ്യ, അതിരൂക്ഷമായ വിമർശനമാണ് കെ സുരേന്ദ്രനും ഒപ്പം തന്നെ വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും ഭാഗത്തു നിന്നുള്ള നേതാക്കളും കോർ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചത്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചയുണ്ടായി. ക്രൈസ്തവരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ക്രൈസ്തവ വോട്ടുകൾ എത്തിക്കാനും ഒപ്പം തന്നെ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നേതാക്കൾ നിലപാടെടുത്തത്. ഒപ്പം തന്നെ ചന്ദ്രശേഖർ നടത്തുന്ന പ്രവർത്തനം അത് ഒരു കാരണവശാലും BJPക്ക് ചേർന്ന രീതിയിലല്ല. രാജ്യത്തെവിടെയും നടക്കാത്ത സംഘടനാ രീതിയാണ് നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കോർപ്പറേറ്റ് രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയാൽ അത് ജനങ്ങളോ പ്രവർത്തകരോ അംഗീകരിക്കില്ല എന്നുള്ള കാര്യവും നേതാക്കൾ തുറന്നടിച്ചു. പ്രവർത്തകരെ നിരാശരാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് മുരളീധരനും കെ സുരേന്ദ്രനും ഉന്നയിച്ചത്. ടാലന്റ് ഹട്ടിൽ ഉൾപ്പെടെയുള്ള നടപടികൾ അത്തരം നീക്കത്തിന്റെ ഭാഗമാണ്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ പ്രവർത്തകരെയും പൂർണ്ണമായും അംഗീകരിക്കാതെയുള്ള നിലപാടാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്നത് എന്നും സുരേന്ദ്രനും വി മുരളീധരനും ഒപ്പം തന്നെ ഇവരെ അനുകൂലിക്കുന്നതിനും കോർ കമ്മിറ്റിയിൽ നിലപാടെടുത്തു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്കും നേതാക്കളെ പ്രധാന നേതാക്കളായ സുരേന്ദ്രനെയും വി മുരളീധരനെയും വിളിക്കാതെയുള്ള അമർഷവും സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ്, കോർ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതിരൂക്ഷമായ വിമർശനം െതിരായി ജി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തുകയും ചെയ്തു. എന്തായാലും ആ വലിയ വിമർശനവും ഒപ്പം തന്നെ അസ്വാരസ്യവും ഉണ്ടായ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ഇടപെട്ടാണ് ഇക്കാര്യത്തിൽ ഐക്യത്തോടെ നേതാക്കളോട് പോകണം എന്ന ആവശ്യം ഉന്നയിച്ച് തെറ്റുപറ്റുന്ന കാര്യം രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അല്പസമയത്തിനകം കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. നിലമ്പൂരിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം തിരിച്ചടിയായി നിലമ്പൂരിൽ എന്നാണ് കെ സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ വി മുരളീധരന്റെയും വിമർശനം ഉയർന്നു വന്നത്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.